Good morning. Good morning, ma'am. Okay, good morning, Suma. Okay, Anu. Okay. ലാബിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? രാവിലെ ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? കഴിഞ്ഞു. ഓക്കെ. മാമ കഴിച്ചോ? മാമിന് സുഖാണോ? പിന്നെ സുഖാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എന്താണ് കുറവാണല്ലോ കുട്ടികളെ, എന്ത് പറ്റി? 10 പേരുള്ളല്ലോ, 10 പേര് ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. ഓക്കെ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം അല്ലെ? 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കേറട്ടെ എല്ലാവരും. അപ്പോ നമുക്ക് തുടങ്ങാം കേട്ടോ, സമയം കളയുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. വേറെ ആരുടെയും ക്ലാസ് ഉണ്ടാവില്ല, എന്റെ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു 12 മണി കേട്ടോ, 12 മണി 12:15 വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ചെറിയൊരു ക്ലാസ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചാപ്റ്ററും കൂടെ നമുക്ക് എടുക്കാനുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. ഇത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ധാരാളം വരുന്നൊരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. സിമ്പിൾ ആണ്. ഓരോ മെഡിക്കൽ നമുക്കൊക്കെ അറിയാവുന്നതും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളതൊക്കെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് നിലവിലുള്ള ചാപ്റ്റർ ഇന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ബോറടിക്കുകയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും സെറ്റ് അല്ലേ? സെറ്റാണോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി അല്ലെ? ചാപ്റ്റർ നമ്പർ 10 ആയിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? ഞാൻ പറഞ്ഞു നമ്മൾ ഒരു 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ജോബ് സമ്മറി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 5 പേര് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത്തത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മൂന്നാമത്തത് മെഡിക്കൽ സെക്രട്ടറി, പിന്നെ ഫോർത്ത് വൺ OPD എക്സിക്യൂട്ടീവ് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, അഞ്ചാമത്തത് പേഷ്യന്റ് കൗൺസിൽ. ഇങ്ങനെ 5 നോൺ ക്ലിനിക്കൽ എന്താണ് ജോബുകളുടെ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. കാര്യം 5 പേരുടെ പഠിച്ചു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിച്ചു. പിന്നെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പഠിച്ചു അല്ലെ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഇൻ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ് അല്ലെ? ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, അതുപോലെ രോഗികളുടെ പരിചരണം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, പിന്നെന്താണ് ആൻസറിങ് ഫോൺ കോൾസ് അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഫോൺ കോൾസുകൾക്ക് മറുപടി കൊടുക്കുക, അത് ആൻസർ ചെയ്യാം. പിന്നെന്താണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഔട്ട് പേഷ്യൻസിന്റെ ഒക്കെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം.
പിന്നെന്താണ് പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. ആറാമത്തെ എന്തായിരുന്നു ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. നമ്മൾ പറഞ്ഞല്ലോ അതൊരു നോൺ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിലുള്ള എല്ലാവിധ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും കൈകാര്യം ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ് പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ് അല്ലെ, കസ്റ്റമർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ വരുന്ന പേഷ്യൻസ് മാത്രമല്ല, അല്ലാതെ വരുന്ന വിസിറ്റേഴ്സും മറ്റുള്ള ആളുകൾക്കും വേണ്ട കസ്റ്റമർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്. നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഈ ഒരു റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? ഒന്ന് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ് അല്ലെ, അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീണ്ടും പഠിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സംഘാടന മികവ് ഉണ്ടാവണം അല്ലെ, ഓർഗനൈസേഷണൽ സ്കില്ല്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, അതുപോലെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ ദ സക്സസ് ഇൻ ദിസ് റോൾ അല്ലെ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. അതായത് വളരെ ബ്രീഫ് ആയിട്ട്, വളരെ എന്താണ് ലെജിബിൾ ആയിട്ട് നമ്മൾ അതിപ്പോ ഓറലി ആണെങ്കിലും നമ്മൾ റിട്ടേൺ ഫോമിലാണെങ്കിലും ശരിയായ രീതിയിൽ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. വായിച്ചു നോക്കിയിരുന്നു, നിങ്ങൾ വായിച്ചു നോക്കണോ കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉറപ്പാണത്. ഓക്കെ, വായിച്ചോ നിങ്ങള് കഴിഞ്ഞ ദിവസം എടുത്തത് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ, വായിക്കണോ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രണ്ട് പേരുടെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ, അഡ്മിനിസ്ട്രേറ്ററുടെയും കഴിഞ്ഞു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെയും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി ആണ് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോ ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയും മെഡിക്കൽ സെക്രട്ടറിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈ മെഡിക്കൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ദ മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് secretarial duties using the specific knowledge of medical terminology and hospital, clinic, laboratory procedures. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് secretarial duties using specific knowledge of medical terminology and hospital, clinic, laboratory procedures, etc. അതായത് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി നമ്മളും പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ ഹോസ്പിറ്റലുകള്, ക്ലിനിക്കുകള്, അവിടുത്തെ എല്ലാവിധ പ്രൊസീജിയറുകളിലുമുള്ള അറിവുകള്, നോളജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളെല്ലാം, ക്ലറിക്കൽ ഡ്യൂട്ടീസ്, സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ക്ലറിക്കൽ ഡ്യൂട്ടീസുകള്, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം, ആ പേരിൽ തന്നെ മെഡിക്കൽ സെക്രട്ടറി എന്നാണ് കൊടുക്കുന്നത്. അപ്പോ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഡോക്ടേഴ്സിന്റെ ഫ്രണ്ട് ലൈൻ സപ്പോർട്ടേഴ്സ് ആണ്. ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇത് മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ മാറിപ്പോവില്ലല്ലോ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെഡിക്കൽ സെക്രട്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലല്ലോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഓൺ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ചെയ്യുന്ന വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടേഴ്സ് ആണ്. ഒരു ഡോക്ടറിന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ ഫ്രണ്ട് ലൈൻ സപ്പോർട്ടേഴ്സ് ആണ് ആര് ശരിക്കും? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാ നോക്കാം. ഓരോ പോയിന്റ് മനസ്സിലാക്കി പോകാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, റെപ്രസെന്റ് ഫിസിഷ്യൻസ്. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. സോ represent physicians by screening, helps with the scheduling, receiving and announcing scheduled patients and visitors.
എന്താണ് പറയുന്നത്? ഇവര് റെപ്രസെന്റ് ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ്. എങ്ങനെയാണ് അവർ ഡോക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബൈ സ്ക്രീനിങ്. സ്ക്രീനിങ് മീൻസ് എന്താണ്? കോൾസ് ദ പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിനോട് കോൾ ചെയ്ത് അല്ലെ പേഷ്യന്റിനോട് സംസാരിച്ച് അവരെ വിളിച്ച്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്. ദാറ്റ് മീൻസ് ഷെഡ്യൂളിംഗ് ദ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത്, റിസീവിംഗ്. ആരെയാണ് റിസീവ് ചെയ്യുന്നത്? റിസീവിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിനെയും മറ്റു വിസിറ്റേഴ്സിനെ റിസീവ് ചെയ്ത്, and announcing scheduled patients and visitors. That means announcing them to the doctors. Schedule ചെയ്തിട്ടുള്ള പേഷ്യൻസ് വിസിറ്റേഴ്സ് വരുമ്പോ ആ വിവരങ്ങൾ ഡോക്ടറിനോട് അനൗൺസ് ചെയ്യുകയും ചെയ്യുക അല്ലെ. അങ്ങനെയൊക്കെ ഒരു ഡോക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? മെഡിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? The medical secretary represent the doctors by calls the patient, അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ദ അപ്പോയിന്റ്മെന്റ്സ്, റിസീവിംഗ് ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആൻഡ് അനൗൺസിംഗ് them to the doctors അല്ലെ. ഈ പറയുന്ന പേഷ്യൻസിനെ കോൾ ചെയ്തും അവരുടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത്, അവര് വരുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്ത് അല്ലെ, അവരെ നല്ല രീതിയിൽ റിസീവ് ചെയ്ത്, ഷെഡ്യൂൾ ചെയ്ത് പേഷ്യൻസിന്റെ വിവരങ്ങള് ഡോക്ടേഴ്സിനോട് അനൗൺസ് ചെയ്ത് അവരെ അറിയിച്ചുകൊണ്ടൊക്കെ ഒരു ഡോക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബേസിക്കലി ദേ ആർ ഡോക്ടേഴ്സ് ഫ്രണ്ട് ലൈൻ സപ്പോർട്ടേഴ്സ് അല്ലെ. ഡോക്ടറുടെ ഒരു സപ്പോർട്ടേഴ്സ് ആണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത നോക്കിയേ, ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ദാറ്റ് മീൻസ് ഹെൽപ്പ് ദ ഡോക്ടേഴ്സ് ഇൻ ദർ ഡെയിലി വർക്ക് അല്ലെ. ഈ പറയുന്ന പോലെ ഡോക്ടറെ റെപ്രസെന്റ് ചെയ്ത് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അവരെ റിസീവ് ചെയ്ത് അവരുടെ വിവരങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ അറിയിച്ചുകൊണ്ട് ഡോക്ടറുടെ ഡെയിലി വർക്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. അതിൽ ഏത് പോയിന്റ് എടുത്താലും അതിന് ഒരു കാര്യം മനസ്സിലാവും, എല്ലാത്തിലും ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോളാണ് അവര് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, കളക്ട്സ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്. അവരെന്ത് ചെയ്യുന്നു? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവരുടെ മറ്റൊരു ഡ്യൂട്ടി എന്താണ്? കളക്ട്സ് പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുക. ആൻഡ് കീപ്സ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അതിന്റെ റെക്കോർഡിൽ അവരുടെ ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ഡോക്ടർക്ക് പോയിട്ട് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല അല്ലെ. പകരം എന്ത് ചെയ്യണം? ഇവര് വേണം പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അവരുടെ റെക്കോർഡുകളെല്ലാം തന്നെ കീപ്പ് ചെയ്യേണ്ടത് മെഡിക്കൽ സെക്രട്ടറിയാണ്. ഓക്കെ, പിന്നെന്താണ്? എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. അതായത് കലണ്ടറുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? അതായത് മെഡിക്കൽ സെക്രട്ടറി മാനേജസ് ദ ഡോക്ടേഴ്സ് ഷെഡ്യൂളിംഗ് അല്ലെ. ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ സെക്രട്ടറിയാണ്. ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് എന്ത്? ടു മാനേജ് ദ ഡോക്ടേഴ്സ് ഷെഡ്യൂളിംഗ് അല്ലെ. ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സിന്റെ ഡേറ്റുകളൊന്നും ക്ലാഷ് വരാത്ത രീതിയിൽ, നമ്മളൊരു ഇപ്പൊ ഒരു കൺസൾട്ടൻസ് ഒക്കെ ആവുമ്പോൾ അവര് ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാവില്ല, പല പല ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും കൺസൾട്ടൻസ്. നമ്മൾ തന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കൺസൾട്ടൻസിനെ ഒക്കെ കാണാൻ പോകുമ്പോൾ അവർ പറയും അല്ലെ, എല്ലാ ദിവസവും ചിലപ്പോൾ ആ ഡോക്ടർ ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആ ദിവസങ്ങൾ അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് ഈ പറയുന്ന ഷെഡ്യൂളിംഗ് ആയിട്ട് ക്ലാഷ് വരാത്ത രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യണം. ഡോക്ടർ ഉള്ള സമയത്താണല്ലോ, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എന്നാണോ അതിനനുസരിച്ച്. കാര്യം ആ ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ചിലപ്പോൾ മറ്റു പല ഹോസ്പിറ്റലിലൊക്കെ കൺസൾട്ടൻസിന് പോകുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഒരിക്കലും അവരുടെ അതായത് ഡോക്ടേഴ്സിന്റെ ഡേറ്റുകൾ ക്ലാഷ് വരാത്ത രീതിയിൽ എന്താണ് സ്മൂത്ത് ഫ്ലോ ഓഫ് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് വളരെ സ്മൂത്ത് ആയിട്ട് അവർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും ആ രീതിയിൽ ഡോക്ടറുടെ ടൈമിനെ ശരിയായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സെക്രട്ടറി മാനേജ് ദ ഡോക്ടേഴ്സ് എന്താണ് ഷെഡ്യൂളിംഗ് ആണ് അല്ലെ. ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗിന് യാതൊരു വിധത്തിലും ക്ലാഷ് വരാത്ത രീതിയിൽ
ക്ലാഷ് വരാത്ത രീതിയിൽ എന്നാൽ അലൗസ് എ സ്മൂത്ത് ഫ്ലോ ഓഫ് പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് ഡോക്ടറെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഡോക്ടറുടെ ടൈം അല്ലെ, ആ ഒരു ഡോക്ടറുടെ ടൈമും ഡേറ്റും കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് അവരുടെ, അതായത് ആ ഒരു ഡോക്ടറുടെ അവൈലബിലിറ്റി, പ്രൊഡക്ടിവിറ്റി മീൻസ് അവരുടെ ഒരു അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അതാണ് എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റൈനിങ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. അതായത് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ശരിക്കും ഇവിടെ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന മെഡിക്കൽ സെക്രട്ടറി എന്ത് ചെയ്യുന്ന അറിയോ? എന്താണ് ഈ പറയുന്ന സ്പോക്കൺ നോട്ട്സ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ ടു ദ റിട്ടേൺ ഡോക്യുമെന്റ്സ് ആയിട്ട് മാറ്റുകയാണ്. അതായത് ഡോക്ടർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ ഡോക്ടർ അതായത് ഡിക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങള്, ഡോക്ടർ സംസാരിക്കുന്ന കാര്യങ്ങള് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊണ്ട് പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്, അതായത് പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട സമ്മറികള് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മെഡിക്കൽ സെക്രട്ടറി അത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം. അത് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങള് ഒരു റിട്ടേൺ ഫോമിലോട്ട് മാറ്റും. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സെക്രട്ടറി ടേൺസ് ദ സ്പോക്കൺ നോട്ട്സ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ ടു ദ റിട്ടേൺ ഡോക്യുമെന്റ്സ്. കേട്ടോ, ഡോക്ടർ പറയുന്ന കാര്യങ്ങളെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സ് ആയിട്ട് മാറ്റുന്നത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണം? ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ, ഡോക്ടർ പറയുന്ന കാര്യങ്ങള്, അവര് സ്പോക്കൺ ചെയ്യുന്ന, അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം? മെഡിക്കൽ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറികൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അവരുടെ റെസ്പോൺസിബിലിറ്റിയാ മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ ശരിക്കും പറഞ്ഞ ഡോക്ടറോടൊപ്പം ചേർന്ന് നിന്ന് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. പ്രൊവൈഡ്സ് ദ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. Provides historical reference by progressing and utilizing filing and retrieval systems. എന്ന് പറഞ്ഞത് ഈ പറയുന്ന മെഡിക്കൽ സെക്രട്ടറി അതെന്ത് ചെയ്യണം? ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലും മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത്, അതുപോലെ തന്നെ എന്താണ്, ഓർഗനൈസസ് ദ ഫയൽസ് പ്രോപ്പർലി. ഫയലുകൾ, അതായത് ആരുടെ ഫയലുകളാണ്? പേഷ്യൻസിന്റെ ഫയലുകൾ, അവരുടെ റെക്കോർഡുകൾ അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്ത്, അതുപോലെ തന്നെ റിട്രീവ് ദ ഫയൽസ് വെനെവർ നീഡഡ്, ആവശ്യമുള്ള സമയത്ത് ആ ഫയലുകളൊക്കെ റിട്രീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? they keep the historical track of patients. അല്ലെ, പേഷ്യന്റിന്റെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായോ? എന്തൊക്കെ ചെയ്തുകൊണ്ട്? ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ്. ഇവരുടെ ഫയൽ എന്ന് പറഞ്ഞ പേഷ്യന്റ് റെക്കോർഡുകളാണ്. ഈ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് they file the records properly. അല്ലെ, ഈ പറയുന്ന റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്ത് ആൻഡ് റിട്രീവ് ദ ഫയൽസ് വെനെവർ നീഡഡ്, ആവശ്യമുള്ള സമയത്ത് ഈ ഫയലുകൾ റിട്രീവ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ആ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ആ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. They keep the track of medical history of patients. പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. അല്ലെ, അത് ആരാണ് ചെയ്യേണ്ടത്? മെഡിക്കൽ സെക്രട്ടറിയാണ് കേട്ടോ. ഓക്കെ, പ്രൊവൈഡ്സ് ദ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. ഓക്കെ, then next point നോക്കിയേ. secures information by completing database backups. എന്താണ്? secures information by completing database backups. That means medical secretary saves or backups the patient data. ബാക്കപ്പ് ചെയ്യാം, സേവ് ചെയ്യുക. അല്ലെ, അതായത് പേഷ്യന്റിന്റെ ഡാറ്റകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. അത് മാത്രമല്ല, they keep the patient information safe and secure. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ വളരെ സേഫ് ആയിട്ട്, വളരെ സെക്യൂർ ആയിട്ട് അവർ കീപ്പ് ചെയ്തു. സോ എന്താണ്? പേഷ്യന്റ് ഡാറ്റ does not lost. അല്ലെ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെട്ടു പോകുന്നില്ല. അല്ലെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? പേഷ്യന്റിന്റെ ഡാറ്റകൾ കൃത്യമായിട്ട് സേവ് ചെയ്യുക, ബാക്കപ്പ് ചെയ്യുക. അതുപോലെ ഇത് കീപ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ സേഫ്
സേഫ് ആൻഡ് സെക്യൂർ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് വളരെ സുരക്ഷിതമായിട്ട് വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ആണ് കേട്ടോ. സെക്യൂർസ് ദ ഇൻഫർമേഷൻ. ആരുടെ ഇൻഫർമേഷൻ? പേഷ്യൻസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. കീപ്സ് ദ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ പേഷ്യന്റ് പ്രൊട്ടക്ട്സ് ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ദ ഇൻഫർമേഷൻ സീക്രട്ട്. ഈ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് വളരെയധികം സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക അല്ലെ. അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വളരെ സീക്രട്ട് ആയിട്ട് വളരെ സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? പേഷ്യന്റിന്റെ കോൺഫിഡൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. അത് കീപ്പ് ചെയ്യുക. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? മെഡിക്കൽ സെക്രട്ടറി പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ സെക്രട്ടറി ആണ്. അതിലൂടെ അവരുടെ ഒരു കോൺഫിഡൻസ് ഉറപ്പുവരുത്തുക. ഓരോ ആളുകൾക്കും നമ്മൾ പേഷ്യന്റിന്റെ റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ പേഷ്യന്റിന്റെ കോൺഫിഡൻസ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അവരുടെ വിവരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. അതായത് എന്ത് ചെയ്യണം? മെഡിക്കൽ സെക്രട്ടറി മെയിൻറ്റെയിൻസ് ദ ഓഫീസ് സപ്ലൈസ്. ദേ ചെക്ക് ദ ഓഫീസ് സപ്ലൈസ് ആൻഡ് കീപ് ദ കറക്റ്റ് ട്രാക്ക് ഓഫ് സ്റ്റോക്ക് ലെവൽസ് കേട്ടോ. അതായത് ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഓഫീസിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ പേന, പേപ്പർ, അതുപോലെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഓഫീസ് സപ്ലൈസുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ അതിന്റെ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പേനയും പേപ്പറൊക്കെ തീർന്നു പോകുന്നതിനനുസരിച്ച് അത് കൃത്യമായിട്ട് വാങ്ങിച്ച് അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്തത് നോക്കിയേ. കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ by following operating instructions. Keeps office equipment operational by following operating instructions. അതുപോലെ മെഡിക്കൽ സെക്രട്ടറി കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ്സ്, ഓഫീസ് സപ്ലൈസ് പോലെ ഓഫീസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ വലിയ എക്യുപ്മെന്റ്സ്, പ്രിന്റർ, സ്കാനർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ അങ്ങനെയുള്ള ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെ പ്രവർത്തനക്ഷമമായിട്ട് സൂക്ഷിക്കേണ്ട. അതും പ്രത്യേകം എന്താണ്? അതിന്റെ എല്ലാ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസും അതിന്റെ പ്രവർത്തന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് ഇങ്ങനെയുള്ള എല്ലാ ഓഫീസ് എക്യുപ്മെന്റ്സും, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അത് വളരെ ഓപ്പറേഷണൽ, അത് പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു ഓഫീസിലാവുമ്പോൾ പ്രിന്റർ, സ്കാനർ, മറ്റുള്ള സിസ്റ്റംസ് ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് മെയിന്റനൻസുകളൊക്കെ നടത്തി ഇതെപ്പോഴും ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള് ഓപ്പറേഷണൽ ആയിട്ട് പ്രവർത്തനക്ഷമമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെതായ എല്ലാവിധ സ്റ്റാൻഡേർഡ്സുകള്, അതായത് ക്വാളിറ്റി, അവർ കൊടുക്കുന്ന സേവനങ്ങള് അതിലുള്ള ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുകള്, അതിന്റെ എല്ലാ പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം? അതിൻ്റെതായ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കൊടുക്കുന്ന സേവനങ്ങളില് ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഇപ്പോഴത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അത് മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് വരുന്നത് സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. എന്താണ്? സെർവ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. അതായത് മെഡിക്കൽ സെക്രട്ടറി എന്ത് ഫോളോ ചെയ്യണം? ദേ ഫോളോ ദ റൂൾസ് ആൻഡ് എത്തിക്സ് ഓഫ് ഹെൽത്ത് കെയർ. നമ്മുടെ ആരോഗ്യ പരിചരണത്തിന്റെ എത്തിക്സ്, അതിന്റെ റൂൾസുകൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള അതിന്റെ എത്തിക്സും വാല്യൂസും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യുക. ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും നഴ്സസും മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റീനെ സെർവ് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഇങ്ങനെ ബൈ ഫോളോയിങ് ദ റൂൾസ് ആൻഡ് എത്തിക്സ് ഓഫ് ഹെൽത്ത് കെയർ അല്ലെ. നമ്മുടെ ഹെൽത്ത് കെയറിന്റെ എല്ലാവിധ എത്തിക്സുകളും റൂൾസുകളും എന്താണ്? പാലിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സെർവ് ചെയ്യുക. അവരുടെ റെസ്പോൺസിബിലിറ്റിയാ മെഡിക്കൽ സെക്രട്ടറിയുടെ. അടുത്തത് എന്താണ്? അപ്ഡേറ്റ്സ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്
ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ മെഡിക്കൽ സെക്രട്ടറി ലേൺസ് ന്യൂ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കണം. അവരുടെ നോളജ് എപ്പോഴും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻ. ഇപ്പൊ മെഡിക്കൽ മെഡിക്കൽ ബുക്സുകള് അല്ലെങ്കിൽ മെഡിക്കൽ ജേർണൽസുകള് ഇതൊക്കെ വായിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ എന്താ പറയാ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസുകള് അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം? മെഡിക്കൽ സെക്രട്ടറി ലേൺസ് ന്യൂ തിങ്സ് ബൈ അപ്ഡേറ്റ്സ് ദെയർ നോളജ് അല്ലെ. അവരുടെ നോളജ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ എന്താണ്? കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫൈൽസ് കേട്ടോ. അതാണ് കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫൈൽസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മെഡിക്കൽ സെക്രട്ടറി കീപ്സ് ദ മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സുകൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മെഡിക്കൽ സെക്രട്ടറി മെയിൻറ്റെയിൻസ് ദ ഈ പറയുന്ന മെഡിക്കൽ റിസോഴ്സസ്, ദാറ്റ് മീൻസ് മെഡിക്കൽ ബുക്സ്, മെഡിക്കൽ ജേർണൽസ് ഒക്കെ ഉള്ള ആ ഒരു മെഡിക്കൽ റിസോഴ്സസുകൾ പ്രോപ്പർ ആയിട്ട് ടെക്നിക്കൽ ലൈബ്രറീസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽ, കറസ്പോണ്ടൻസ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫയൽസുകളൊക്കെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം. അതുപോലെ ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബുക്സുകൾ, മെഡിക്കൽ ജേർണൽസുകൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കറസ്പോണ്ടൻസ് ഫയലുകളും കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, പെർഫോം ദ ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. ഒരു ഡോക്ടറുടെ ഗൈഡൻസിന്, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനില് ഈ പറയുന്ന ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യേണ്ടത് മെഡിക്കൽ സെക്രട്ടറിയാണ്. ഒരു മെഡിക്കൽ സെക്രട്ടറി എപ്പോഴും ഒരു ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിൽ ഈ പറയുന്ന ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് ആര്? മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയും മെഡിക്കൽ സെക്രട്ടറിയും തമ്മിലുള്ള ഡ്യൂട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ക്ലറിക്കൽ ടാസ്കുകളിൽ അത് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഓൺ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ് ആണ് കേട്ടോ. ഓക്കെ. അതേസമയം മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഒരു ഡോക്ടറോടൊപ്പം തന്നെ നിന്ന് അവരുടെ ഒരു സപ്പോർട്ടേഴ്സ് ആണ് ആര്? ശരിക്കും മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ നമ്മൾ ആ പോയിന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ക്ലിയർ ആയോ? പോയിന്റുകളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? മാറിപ്പോകരുത് കേട്ടോ. അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോകരുത്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ, നോട്ടിച്ച് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാത്ത എന്തെങ്കിലും പറയാം കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം അല്ലെ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്തത് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ആരാണത്? OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ജോബ് സമ്മറി ഓഫ് എൻ OPD എക്സിക്യൂട്ടീവ് അഥവാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ. OPD എക്സിക്യൂട്ടീവ്. OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നമ്മൾ പഠിച്ചില്ലേ, അവരെ എല്ലാവരെയും മാനേജ് ചെയ്തു പോകുന്ന ഒരാളാണ് OPD എക്സിക്യൂട്ടീവ്. എന്ന് വെച്ചാൽ അതിനേക്കാളും കുറെ കൂടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏകദേശം ഇതുപോലെ തന്നെയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിന്റെ ആ സെറ്റിംഗ്സിലുള്ള ക്ലറിക്കൽ ടാസ്ക് ചെയ്യുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന കംപ്ലീറ്റ് സ്റ്റാഫുകളെ മുഴുവൻ സൂപ്പർവൈസ് ചെയ്ത് അവരെ എല്ലാവരെയും കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന വ്യക്തിയാണ് ആര്?
OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. The OPD executive plays an important role in supervising the operations of the outpatient department in a hospital. Underline ചെയ്യാം ട്ടോ, അങ്ങനെ തന്നെ ചോദിക്കാം. Dash plays an important role in supervising the operations of the outpatient department in a hospital. ഒരു ഹോസ്പിറ്റലിലെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തിയാണ് ആര്? OPD എക്സിക്യൂട്ടീവ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? ഒന്നാമത് നോക്കിയേ, മാനേജിംഗ് ദ OPD സ്റ്റാഫ്. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ, ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ എന്നതിനേക്കാൾ ഉപരി ഒരു മാനേജറിയൽ റോളാണ്. എന്ന് വെച്ചാൽ അവിടെ ഉള്ളവരെല്ലാം മാനേജ് ചെയ്തു പോവുക, അവർക്ക് വേണ്ട സൂപ്പർവിഷൻ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യാം. ഒരു മാനേജറിയൽ പവർ ആണ് ആർക്കുള്ളത്? OPD എക്സിക്യൂട്ടീവിനുള്ളത്. പക്ഷെ OPD ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്കുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫുകളെ ഒക്കെ മാനേജ് ചെയ്ത് അതിനെ ഒരു മാനേജറിയൽ റോൾ, ഒരു സൂപ്പർവൈസറി റോളാണ് ആർക്കുള്ളത്? OPD എക്സിക്യൂട്ടീവിനുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഒന്ന് മാനേജിംഗ് ദ OPD സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. എന്താണ് മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്? പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഏതിലും വരുന്നുണ്ട്? OPD സെക്രട്ടറിയിലും വരുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? ഓക്കെ, മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് കേട്ടോ. കൃത്യമായിട്ടുള്ള പേഷ്യന്റിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ നമ്മൾ പ്രോസസിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മെയിൻറ്റെയിനിങ് ദ എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. പിന്നെന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. അവിടെ പറഞ്ഞിരുന്നു ആ പോയിന്റ്, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, അപ്പൊ കുറേയൊക്കെ ഡ്യൂട്ടീസ് എന്താണ് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. പിന്നെന്താണ്? കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. നമ്മുടെ സെക്രട്ടറിയിൽ പറഞ്ഞത് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ ആണ് അല്ലെ? പേഷ്യന്റിന്റെ പരിചരണം കോർഡിനേറ്റ് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ കോർഡിനേറ്റ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അതായത് അതേ ഹോസ്പിറ്റലിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ, അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. പിന്നെ എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അവിടുത്തെ റവന്യൂ, അതുപോലെ അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ആ ബഡ്ജറ്റ് മാനേജ് ചെയ്തു പോവുക. പിന്നെ എന്താണ്? ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പോളിസികളും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ആ OPDനെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ പറയുന്ന പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെന്താണ്? എൻഷുറിംഗ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. OPD ഏരിയയുടെ വളരെ സുഗമമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. എന്താണ്? സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. അതൊരു ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് പല പല കൺസൾട്ടൻസ് ഉണ്ടാവുമല്ലോ, ആ കൺസൾട്ടൻസിന്റെ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിൽ സൂപ്പർവൈസ് ചെയ്യും. കാരണം ആ ഒരു OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവിടെയൊക്കെ എത്രയോ കൺസൾട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ എന്താണ് ഷെഡ്യൂളിംഗ് കറക്റ്റ് ആയിട്ട് അവരുടെ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഇദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. ഡോക്ടറുടെ തൊഴിൽ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. പിന്നെന്താണ്? ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ് കേട്ടോ. ഗാദറിംഗ് ആൻഡ്
സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്താം. ഫീഡ്ബാക്ക് ഫോംസ് ഔട്ട് പേഷ്യൻസ് വരുമല്ലോ, അപ്പൊ അവരുടെ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. എങ്ങനെ നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്താൻ പറ്റാം? അവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം അല്ലെ? നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ അവർ തൃപ്തരാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്യാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ദ ഫീഡ്ബാക്ക് ഫോംസ് അല്ലെ? അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം, അവരുടെ ഫീഡ്ബാക്ക് ഫോംസുകൾ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണ് നമുക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക അല്ലെ? ഓക്കെ, പിന്നെന്താണ്? ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസുകളും കൈകാര്യം ചെയ്യുക, അത് കൃത്യസമയത്ത് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യാം, അവരെ വെൽക്കം ചെയ്യുക അല്ലെ? അവരെ റിസീവ് ചെയ്യുക അല്ലെ? ഗ്രീറ്റ് ചെയ്യുക. പിന്നെന്താണ്? ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അതെ, അവരെ ആ ഒരു വരുന്ന ആളുകളെ അവരെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക്, ഇപ്പൊ കൺസൾട്ടൻസ് ആണെങ്കിൽ അവരുടെ ആ ഒരു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസിന്റെ അടുത്തോട്ട് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാം. ആരെയാണോ അവര് അന്വേഷിച്ച് വരുന്നത്, ഏത് ഡോക്ടറെ കാണാനാണ്, ഏത് കൺസൾട്ടന്റിനെയാണ് അവര് കാണാൻ വരുന്നത്, അവരിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അതുപോലെ രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ എന്താണ്? ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മീറ്റിംഗ്സുകള് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സുകള് അതിലൊക്കെ പങ്കെടുക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകളൊക്കെ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ഹെൽത്തുമായിട്ടും സേഫ്റ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റല് വരുന്ന പേഷ്യന്റിന്റെ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ, ഇരുകൂട്ടരുടെയും ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മീറ്റിംഗ്സുകളൊക്കെ നടക്കുമല്ലോ. ഇപ്പൊ മീറ്റിംഗ്സുകള്, മറ്റുള്ള ട്രെയിനിങ് കോഴ്സുകൾ, അതിലൊക്കെ പങ്കെടുക്കുക. അതിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റല് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, അത് ആളുകളെ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക കേട്ടോ. പിന്നെന്താണ്? ഫർദർ മോർ the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. അതിനേക്കാൾ ഉപരി ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് അദ്ദേഹം എന്താണ്? ഒരു OPD ഏരിയയിലെ എല്ലാം, എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെക്ക് ചെയ്യണം അല്ലെ? അതായത് ഇപ്പൊ ഒരു അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റുള്ള ഓഫീസ് സപ്ലൈസ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും OPD ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസോഴ്സുകളും അവിടെ പ്രോപ്പർ ആണ്, കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇപ്പൊ സ്റ്റാഫുകളായിക്കോട്ടെ, എക്യുപ്മെന്റ്സുകളായിക്കോട്ടെ, എല്ലാ റിസോഴ്സസും അതിനകത്ത് പെടും കേട്ടോ. അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളും കറക്റ്റ് ആണ്, പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. And ensuring that there are no items left over by the previous shift receptionist. യെസ്, അതുകൂടാതെ ഈ പറയുന്ന അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരവരുടെ ജോലികളെല്ലാം തന്നെ പെൻഡിങ് വരാതെ കൃത്യമായിട്ട് അവര് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ ഓരോരുത്തർ സ്റ്റാഫുകള് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു സ്റ്റാഫ് അവരുടെ കറക്റ്റ് ആയിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് അവരവിടെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അവര് അടുത്ത ഷിഫ്റ്റിൽ കയറുമ്പോൾ അവിടെ പെൻഡിങ് വർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ വർക്കുകൾ പെൻഡിങ് കിടന്നതിന് കൂടുതൽ ബുദ്ധിമുട്ട് വരും അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷിഫ്റ്റിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ അവരവരുടെ ഡ്യൂട്ടീസുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊന്നും തന്നെ പെൻഡിങ് വെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ്? ഡയറക്ട് പേഷ്യന്റ് ടു ദ പേയ്മെന്റ് കൗണ്ടർ to make their case paper, ensuring a smooth and efficient process. അതുകൂടാതെ പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക. അവരുടെ എന്താണ്? ടു മേക്ക് ദെയർ കേസ് പേപ്പർ, അവരുടെ ബില്ലിങ്, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മാറ്റേഴ്സുകള് അതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതിലൂടെ എൻഷുറിംഗ് സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ് കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉറപ്പാക്കുക. ഓക്കെ, എന്നിട്ട് പേഷ്യൻസിന് പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരുടെ ബില്ലിങ്ങും മറ്റുമൊക്കെ സെറ്റിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. പിന്നെന്താണ്? ഓവറോൾ
The OPD executive is necessary for ensuring that the outpatient departments run smoothly, runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. ശരിക്കും പറഞ്ഞാൽ ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ OPD എക്സിക്യൂട്ടീവ്. അതായത് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല വളരെ ഹൈ ക്വാളിറ്റി ഉള്ള പരിചരണങ്ങൾ പേഷ്യൻസിന് കൊടുത്തും അതുപോലെ OPD ആയിട്ട് ബന്ധപ്പെട്ട റവന്യൂ, അതിന്റെ ബഡ്ജറ്റുകൾ അല്ലെ, അതിന്റെ വരുമാനം, അതുപോലെ അവരുടെ എക്സ്പെൻസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് എല്ലാവിധ റൂൾസും റെഗുലേഷൻസുകളൊക്കെ പാലിച്ചുകൊണ്ട് OPDയുടെ ആ ഒരു സ്മൂത്ത് റണ്ണിങ് ഉറപ്പാക്കുന്നതിന് ആർക്കൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്? OPD എക്സിക്യൂട്ടീവിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? OPD എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കുക കേട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ റെസ്പോൺസിബിലിറ്റി തരും, ആരുടേതാണെന്ന് ചോദിക്കും കേട്ടോ. നമ്മൾ 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെയാണ് പഠിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നിങ്ങൾ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ 4 പേരുടെ പഠിച്ചു കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞു, ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഇനി നമുക്ക് ഒരാളെ കൂടെ പഠിക്കാനുള്ളൂ. അത് എളുപ്പമാണ്, അതെന്തായാലും മാറിപ്പോകില്ല. അതാരാണെന്ന് അറിയോ? പേഷ്യന്റ് കൗൺസിലർ. ആരാണ്? ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ കൂടുതലും ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറി എന്നതുപോലെ ഒരു പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, അപ്പൊ നോക്കൂ, എ പേഷ്യന്റ് കൗൺസിലർ ആൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് or patient liaison is a healthcare professional who works keenly with the patients and their families to extend emotional support, education and advocacy. Underline ചെയ്യാട്ടോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പേഷ്യന്റ് കൗൺസിൽ എന്ന് പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറയാം. എന്താണ്? പേഷ്യന്റ് ലിസോൺ. ലിസോൺ മീൻസ് എന്താണ്? റിലേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലിസോൺ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്നുള്ള അർത്ഥമാണ്. പേഷ്യന്റ് ലിസോൺ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി അർത്ഥം കേട്ടോ. പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ നീഡ്സും അവരുടെ റിക്വയർമെന്റ്സും അവരുടെ കൺസേൺസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് കേട്ടോ. അപ്പൊ 3 പേര് പഠിച്ചു വെക്കാം കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ അഥവാ പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് ലിസോൺ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം കേട്ടോ. അവര് ആരാണ്? ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് അല്ലെ. എന്ത് ചെയ്യുന്നു? ഹു വർക്ക്സ് കീൻലി വിത്ത് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. പേഷ്യന്റിനോടും അവരുടെ ഫാമിലിയോടും
വളരെ എന്താണ് അടുത്തിടപെടുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാവിധ വൈകാരിക പിന്തുണയും അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക അല്ലെ. എഡ്യൂക്കേഷൻ വെച്ചാൽ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് വേണ്ട അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുക. ഇപ്പൊ അസുഖത്തെ പറ്റിയാണെങ്കിലും അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത് അതിന് വേണ്ട എല്ലാ അവയർനെസ് അവർക്ക് കൊടുക്കുക. ആൻഡ് അഡ്വക്കേസി ദാറ്റ് മീൻസ് അവരെ ലീഡ് ചെയ്യുക അല്ലെ. അവരെ ലീഡ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെന്റ്സും നീഡ്സും അവരുടെ കൺസേൺസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കുക, the job description of a patient counselor normally includes the following responsibilities. അപ്പൊ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നോക്കിയേ. ഇത്ര പോയിന്റ് ഉണ്ടതിനകത്ത് 7 പോയിന്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. രണ്ടെന്താണ്, എഡ്യൂക്കേറ്റിംഗ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. തേർഡ് വൺ എന്താണ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. ഫോർത്ത് വൺ, പ്രൊവൈഡിംഗ് റിസോഴ്സസ്. ഫിഫ്ത് വൺ, കോർഡിനേറ്റിംഗ് കെയർ. സിക്സ്ത് വൺ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ആൻഡ് സെവൻത് വൺ, മോണിറ്ററിംഗ് പ്രോഗ്രസ്. അപ്പൊ പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കുള്ള ഒരു സപ്പോർട്ടാണ്. എല്ലാ പോയിന്റ് കേൾക്കുമ്പോഴും ആർക്കുള്ള സപ്പോർട്ട് അവിടെ കൊടുക്കുന്നത്, പേഷ്യന്റിനുള്ള സപ്പോർട്ടാണ് അവിടെ കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരുടെ ഉത്തരവാദിത്തമാണ്, പേഷ്യന്റ് കൗൺസിലർ ആണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോ പോയിന്റ് നോക്കാം. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളത്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു patients and their families, hearing their concerns and helping them deal with their diagnosis of illness. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാല് പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഹിയറിംഗ് ദെയർ കൺസേൺസ്, അവരുടെ ആശങ്കകള് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പരാതികൾ, കൺസേൺസ് എന്ന് വെച്ചാൽ അവരുടെ ആശങ്കകളാണ്. അതെല്ലാം കൃത്യമായിട്ട് കേട്ട് അവർക്ക് അവരുടെ എന്താ പറയാ അവരുടെ ഇൽനെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഡയഗ്നോസിസ് ആയിക്കോട്ടെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിക്കോട്ടെ അതിനെയെല്ലാം ഡീൽ ചെയ്യാനായിട്ടുള്ള എല്ലാവിധ വൈകാരിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് അസുഖം വരുന്ന സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഗുരുതര അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മെന്റലി എല്ലാവരും ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യം വരുമ്പോൾ അവരുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് അവരെ അതിനെ നേരിടാനായിട്ട് അവരെ പ്രാപ്തരാക്കുക, അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അതാണ് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. സെക്കൻഡ് പോയിന്റ് എന്താണ്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് നോക്കുക. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് about their diagnosis. ആ സെന്റൻസുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ. ചിലപ്പോൾ ഡാഷ് ഈസ് അക്കൗണ്ടബിൾ ഫോർ, ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്നുള്ള രീതിയിൽ തരും കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പറഞ്ഞത്, പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് their families about their diagnosis, treatment options and other sides of their care. അതായത് ഈ പറയുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എന്ത് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക. എന്തിനെ പറ്റി, അബൌട്ട് ദയർ ഡയഗ്നോസിസ് അല്ലെ, അവരുടെ ഡയഗ്നോസിസിനെ പറ്റിയിട്ട്, അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ ഓപ്ഷൻസ്. ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ, പലതരം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി അവർക്കുള്ളൊരു അവയർനെസ് കൊടുക്കുക. അതുപോലെ അവരുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെ പറ്റിയിട്ടും അവർക്കൊരു നോളജ് കൊടുക്കുക എന്നുള്ളത് എന്താണ് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, പേഷ്യന്റിന്റെ റൈറ്റ്സിലും റെസ്പോൺസിബിലിറ്റിയിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ രോഗത്തെ പറ്റി മനസ്സിലാക്കാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഉണ്ട്. മനസ്സിലായി? എങ്കിൽ മാത്രമാണ് അവർക്ക് അതുമായിട്ട് സഹകരിച്ച്
മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അവിടെ സംരക്ഷിക്കപ്പെടേണ്ട അവരുടെ ഒരു അവകാശമാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ അവരുടെ ഡയഗ്നോസിസിനെ പറ്റിയിട്ട്, അവരുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റിയിട്ടും അവരുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും കുറിച്ച് പേഷ്യൻസിനും ഫാമിലിക്കും വേണ്ട ആ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. തേർഡ് പോയിന്റ് എന്താണ്? അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. അതായത് അവരെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് അവരെ നാവിഗേറ്റ് ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മേക്കിംഗ് ഷുവർ ദാറ്റ് ദർ നീഡ്സ് ആർ മെറ്റ്, അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിലോട്ട് അവരെന്ത് ചെയ്യുക? അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അവർക്ക് എങ്ങനെയുള്ള ചികിത്സയാണ് വേണ്ടത്, എങ്ങനെയുള്ള ആളുകളെയാണ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിലോട്ട് അവരെ നാവിഗേറ്റ് ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അതോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് കറക്റ്റ് ആയിട്ട് അവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ, അവര് സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക കേട്ടോ. അതാണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അടുത്തത് നാലാമത്തത് പ്രൊവൈഡിങ് റിസോഴ്സസ്. റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയുള്ള റിസോഴ്സസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് അല്ലെ. അത് മാത്രമല്ല, ബാക്കി അവർക്ക് അവരുടെ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റികളായിക്കോട്ടെ, പ്ലസ് അതിനോടൊപ്പം മെയിനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ചില രോഗികളെ സംബന്ധിച്ച് അവർക്ക് എന്താണ്, ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ അല്ലെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ for providing patients and their families with the resources and the information about the support groups, financial assistance and the other services that may be available to them. അവർക്ക് വേണ്ട എന്ത് കൊടുക്കാം? ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവരുടെ ചികിത്സാ ഭാരം അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാല് അവർക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്ന മറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? സഹായധനം അല്ലെങ്കിൽ അക്കൗണ്ടൊക്കെ രൂപീകരിച്ച് പാവപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ധനസമാഹരണമൊക്കെ നടത്താറുണ്ട് അല്ലെ. ആ രീതിയിലുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സുകൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, എന്തൊക്കെ സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ സാധിക്കും അതെല്ലാം തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതാണ് അവിടെ റിസോഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാത്രമല്ല, ഈ പറയുന്ന മറ്റുള്ള റിസോഴ്സ്, സ്റ്റാഫുകളും അങ്ങനെയുള്ള റിസോഴ്സസും മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റിയും അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? കോർഡിനേറ്റീവ് കെയർ. പരിചരണം കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാം കേട്ടോ. കോർഡിനേറ്റിംഗ് കെയർ. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് കെയർ between the healthcare providers and ensuring that the patients receive the essential services and treatments. അതുപോലെ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. അവർക്കൊരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ ആ ഒരു പരിചരണങ്ങൾ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ ഈ പറയുന്ന പേഷ്യൻസിന് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സേവനങ്ങളും ട്രീറ്റ്മെന്റ്സുകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അല്ലെ. ഒരിക്കലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ആ ഒരു പ്രശ്നങ്ങൾ കാട്ടുകൊണ്ട് പേഷ്യൻസിന് സേവനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ ആ ഒരു കെയർ കോർഡിനേറ്റ് ചെയ്യുക. കെയർ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങളും അവരുടെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തത് എന്താണ്? ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. അതാണ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പിംഗ് കെയർ പ്ലാൻ. കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ആർക്കുള്ള കെയർ പ്ലാൻ ആണ്? പേഷ്യൻസിനായിട്ടുള്ള കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക കേട്ടോ. The patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന്റെ പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. ഡെവലപ്പ് ചെയ്യാന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. വിച്ച് ഇൻക്ലൂഡ്, അതായത് ഒരു കെയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈങ് their requirements and goals. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്
ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ്. അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരോടൊപ്പം പ്രവർത്തിച്ച് ഈ പറയുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ മെറ്റ് ചെയ്യുന്നുണ്ടോ, നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. അതായത് ഈ പറയുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ റിക്വയർമെന്റ്സ് ഗോൾസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് പേഷ്യൻസിന്റെ നീഡ്സുകൾ മെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ആ രീതിയിൽ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് കേട്ടോ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? മോണിറ്ററിങ് പ്രോഗ്രസ് അല്ലെ, അവരുടെ പ്രോഗ്രസ് കൂടെ മോണിറ്റർ ചെയ്യണം അല്ലെ, പേഷ്യന്റിന്റെ പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളത്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിങ് പേഷ്യൻസ് പ്രോഗ്രസ് കേട്ടോ. പേഷ്യന്റിന്റെ പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? പേഷ്യന്റ് കൗൺസിലർക്ക്. ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി, അതിനനുസരിച്ചുകൊണ്ട് അവരുടെ കെയർ പ്ലാനുകളിൽ ക്രമീകരണങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെ വരുത്തി അവരുടെ നീഡ്സുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് പേഷ്യന്റിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതും പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്? അദ്ദേഹത്തിന് പറയുന്ന മറ്റു പേരുകൾ എന്താണ്? പേഷ്യന്റ് അഡ്വക്കേറ്റ് അഥവാ പേഷ്യന്റ് ലിസോൺ. ഓക്കെ, പേഷ്യന്റ് കൗൺസിലർ എന്തൊക്കെയാണ്? പ്രൊവൈഡിംഗ് ഇമോഷണൽ സപ്പോർട്ട് ടു പേഷ്യന്റ്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ്, പ്രൊവൈഡിംഗ് റിസോഴ്സസ് ടു പേഷ്യന്റ്, കോർഡിനേറ്റിംഗ് കെയർ ഫോർ പേഷ്യന്റ്, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ് ആൻഡ് മോണിറ്ററിംഗ് ദ പ്രോഗ്രസ് ഓഫ് പേഷ്യൻസ്. അപ്പൊ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നത് കേട്ടോ. ഓവറോൾ the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive the high quality care. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് ആണ് കേട്ടോ. അവർക്കൊരു നല്ല ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ എന്തൊക്കെ സ്കില്ലുകൾ വേണം? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and a deep understanding of healthcare systems and services are necessary for the success in this role. ഈ ഒരു റോള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം, സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്ന പേഷ്യൻസ് ആയിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത്രയും എംപത്തറ്റിക് ആയിട്ടും സിമ്പത്തറ്റിക് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് സർവീസസ് കേട്ടോ. അതുപോലെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളെ പറ്റിയിട്ട് ആഴത്തിലുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. അതായത് ഒരു രോഗി വരിക അവരെ നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് അവരെ നാവിഗേറ്റ് ചെയ്ത് വിടണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഹെൽത്ത് കെയർ സംവിധാനങ്ങളെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ള ഒരു അറിവോ വിവരമോ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആ ഒരു റോള് ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? കിട്ടിയോ പോയിന്റുകള്? പേഷ്യന്റ് കൗൺസിലർ ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരുടെ ക്ലാസ് ഇല്ല. ഇന്ന് ക്ലാസ് ഒരു അരമണിക്കൂറും കൂടെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. 12 മണിയാകുമ്പോ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, അഞ്ചു പേരുടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 5 പേരുടെ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, ദെൻ പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. ഓക്കെ, ഈ 5 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ് കേട്ടോ. ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകൾക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽസുകൾ എന്തൊക്കെയാണ് കേട്ടോ. അത് പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ആവശ്യം വരും. ഇതിപ്പോ തിയറി ആയിട്ട് പഠിക്കൽ മാത്രമല്ല, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പൊ ഈ പറയുന്ന എല്ലാ സ്കില്ലുകളും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പൊ നോക്കാം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ്. ശരിക്കും പറഞ്ഞാല് ക്ലിനിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ,
അവരെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള ജോലികൾക്ക്. ഡോക്ടർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ കാണാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കാൻ അതിൽ കഴിഞ്ഞു അല്ലെ. പക്ഷെ ഒരു നോൺ ക്ലിനിക്കൽ ജോബ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല് അവരെക്കാളും വൈഡായിട്ടുള്ള ഒരു ജോലിയാണ് അല്ലെ. ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റി, കുറെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒക്കെ കൊണ്ടുപോകേണ്ട അത്തരത്തിലുള്ള ഒരു ജോലിയാണ് കേട്ടോ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ക്ലിനിക്കൽ ജോബുകളെക്കാളും കൂടുതൽ സ്കില്ലും ടാലന്റും ഒക്കെ എന്തിന് വേണം, നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽസ് ടു ഇഫക്റ്റീവ്ലി ഡു ദയർ റോൾസ്. സം ഓഫ് ദ കീ സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെ സ്കിൽ എന്നത് ഒരു 10 എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റ് മാത്രം പഠിച്ചു വെക്കാം. പോയിന്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. Second one, customer service skills. Third one, organizational skills. Fourth one, technology skills. Fifth one, problem solving skills. Sixth one, confidentiality and ethics. Then seventh one, teamwork and collaboration. Eighth one, adaptability. Ninth one, empathy and compassion. And 10th one, cultural competence. ഇത് ഏതാനും ചില പോയിന്റുകൾ മാത്രമാണ് കേട്ടോ, ഇതിലും കൂടുതൽ സ്കില്ലുകൾ വേണം. അപ്പൊ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അല്ലെ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ ദ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു ഇഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. നമുക്കറിയാലോ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ് ശരിക്കും പറഞ്ഞ ഒരു പേഷ്യന്റ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ്. അപ്പൊ പേഷ്യന്റ് ആയിക്കോട്ടെ മറ്റുള്ള വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. They should be able to communicate clearly and empathetically both verbally and in writing. അവര് വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ വ്യക്തമായിട്ട് മാത്രമല്ല എംപതറ്റിക് ആയിട്ട് കേട്ടോ, വളരെ സഹാനുഭൂതിയോടുകൂടി അല്ലെ, അതായത് വളരെ പ്ലസന്റ് ആയിട്ട് അല്ലെ, എംപതറ്റിക് ആയിട്ട് വേണം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിപ്പോ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എഴുതുന്ന കാര്യങ്ങളിലായാലും അല്ലെ, വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ് ആണ് പറഞ്ഞത്. ഓൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ വെർബലി മീൻസ് റിട്ടേൺ ഫോമിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ വ്യക്തമായിട്ടും വളരെ എംപതറ്റിക് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ കുറെ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവെന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ എന്ത് ലാംഗ്വേജ് ആണെങ്കിലും അത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സ്കില്ലാണ് അല്ലെ. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കേട്ടോ. രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ് ആണ്. കസ്റ്റമർ സർവീസ് സ്കിൽസ് non-clinical staff often act as the first point of contact for the patients and visitors. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയാണ് ശരിക്കും പറഞ്ഞ പേഷ്യൻസും മറ്റു വിസിറ്റേഴ്സും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്നത് ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ടാണ്. സോ they should maintain excellent customer service skills which include the ability to be calm and composed in difficult situations. അവർക്ക് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് സ്കിൽ ഉണ്ട്. ഒരു കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എബിലിറ്റി ടു ബി കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് അല്ലെ. അതായത് വളരെ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ വളരെ കാമായിട്ട് അല്ലെ, കാമായിട്ട് ക്വൈറ്റ് ആയിട്ട് അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും അല്ലെ. അതുപോലെ ഹാൻഡിലിംഗ് ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ്, അതുപോലെ പൊതുജനങ്ങളായിക്കോട്ടെ പേഷ്യൻസോ വിസിറ്റേഴ്സിൽ നിന്നൊക്കെ വരുന്ന അവരുടെ അന്വേഷണങ്ങള് അല്ലെങ്കിൽ അവരുടെ പരാതികള് അതിനെയൊക്കെ വളരെ എന്താണ് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവിയോൺമെന്റ്, അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ഗ്രീറ്റിംഗ് ആയിട്ടുള്ള ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ആളുകൾ വരുമ്പോൾ നമ്മൾ അവരോട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അവർക്ക് കൂടെ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത് അല്ലെ. എന്ത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് അവരുടെ കംപ്ലൈന്റ്സും അവരുടെ അന്വേഷണങ്ങളും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അവർക്കായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ് എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. കസ്റ്റമേഴ്സിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവരെപ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ്, അവിടെ വരുന്ന വിസിറ്റേഴ്സ്, അതുപോലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ അതിന്റെ എന്താണ് കസ്റ്റമേഴ്സ് ആണ്.
പിന്നെ വരുന്നത് എന്താണ്? ഓർഗനൈസേഷണൽ സ്കിൽസ് അല്ലെ, സംഘാടന മികവ് എന്ന് പറയും. അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് hospitals are fast-paced environments with a lot of tasks and responsibilities. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks and meet the deadlines. അല്ലെ, അതെ, അറിയാലോ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ തിരക്കേറിയ ഒരു അന്തരീക്ഷമാണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് അല്ലെ. അപ്പോ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർക്കൊരു നല്ലൊരു ഓർഗനൈസേഷണൽ സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ഓർഗനൈസേഷണൽ സ്കില്ല്? കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കില്ല്. കാര്യം എന്താണ്? ടു മാനേജ് ദെയർ വർക്ക്ലോഡ്. നമുക്ക് ഒരുപാട് വർക്ക്ലോഡും കാര്യങ്ങളും വരും. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യണം അല്ലെ. പേഷ്യൻസിനെ മാനേജ് ചെയ്യണം, സ്റ്റാഫുകളെ മാനേജ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മാനേജ് ചെയ്യണം. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ അവർക്ക് വർക്ക്ലോഡ് വരും. ആ വർക്ക്ലോഡ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പ്രയോറിറ്റൈസ് ടാസ്ക്. ഇപ്പൊ ഒരുപാട് ടാസ്കുകൾ വരുമ്പോ നമുക്കതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അല്ലെ. ഒരുപാട് ടാസ്ക് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന എല്ലാം ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരും. അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അത്തരം ടാസ്കുകൾ പ്രയോറിറ്റി കൊടുത്ത് കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ, ദാറ്റ് മീൻസ് ആ ഒരു സമയപരിധിക്കുള്ളിൽ അല്ലെ, തോന്നിയ സമയത്ത് ചെയ്തു തീർക്കുന്നതിന് കാര്യമില്ല. നമുക്ക് തരുന്ന കാര്യങ്ങൾ ആ കൃത്യമായ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കണമെങ്കിൽ എന്ത് വേണം? അതിന് നല്ലൊരു ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു സമയപരിധിക്കുള്ളില് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് അതുപോലെ തന്നെ വർക്കിലോടൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് എന്ത് വേണം? ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? ടെക്നോളജി സ്കില്ല്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് അല്ലെ, ടെക്നോളജി സ്കില്ല്. സാങ്കേതികപരമായിട്ടുള്ള ഒരു കഴിവും അറിവുണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നമുക്കറിയാം, കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും AI ഒക്കെ ഉള്ള ഒരു കാലം ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്? എന്ത് വേണം? ടെക്നോളജി സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. Proficiency in using different computer applications, electronic health record systems and other healthcare technology is vital for non-clinical staff. അല്ലെ, പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇന്നിപ്പോ പേപ്പർ റെക്കോർഡുകളെല്ലാം കൂടുതൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണ് ഉപയോഗിക്കുന്നത്. മറ്റു പല നൂതന സാങ്കേതിക വിദ്യകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി, ഒരു പ്രാവീണ്യം, ഒരു കഴിവ്, അതാണ് ടെക്നോളജി സ്കിൽ എന്ന് പറയുന്നത് അല്ലെ. അത് ഒരു പറയുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പഠിച്ച എല്ലാ നോൺ ക്ലിനിക്കൽ ജോബുകൾക്കും വേണ്ട ഒരു സ്കില്ലാണ് കേട്ടോ. ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് വില്ലിംഗ് ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആൻഡ് റിക്വയർഡ് കേട്ടോ. അവര് ഈ പറയുന്ന ടെക്നോളജി ആയിട്ട് അവർ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം അല്ലെ. പുതിയ പുതിയ കാര്യം, നമ്മളുടെ പുതിയ പുതിയ ടെക്നോളജികൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വരുന്നു. നിങ്ങളിപ്പോ HMS ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ ഈ പറയുന്ന എല്ലാ ടെക്നോളജി ആയിട്ട് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കാനും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ആ ഒരു എബിലിറ്റിയും കൂടെ ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് ടെക്നോളജി സ്കില്ല്. അഞ്ചാമത്തെ എന്താണ്? പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അല്ലെ. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ ഫേസ് വാരിയസ് ചാലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് while executing their duties അല്ലെ. ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവരവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ചാലഞ്ചസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എത്രയോ ആളുകളായിട്ട് അവർ ഡീൽ ചെയ്യുന്നു അല്ലെ. പേഷ്യൻസും വിസിറ്റേഴ്സും അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്ന ആളുകളാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ധാരാളം പ്രോബ്ലംസുകൾ, ചാലഞ്ചസുകളൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ the ability to think critically, evaluate situations and find the adequate solutions is valuable in ensuring smooth operations and addressing issues promptly. ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക അല്ലെ. കാര്യങ്ങൾ വളരെ എന്താണ് അതിൻ്റെതായ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ആ സിറ്റുവേഷൻസിനൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ച് കൊണ്ട് സൊല്യൂഷൻസുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്. ഓക്കെ, ഇതാണ് എന്ത്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഇപ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടാവും അല്ലെ. ഇങ്ങനത്തെ ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതില് വേറെ രസമൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ തിയറി തന്നെ കേട്ടോ.
ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ബ്രേക്ക് വേണോ? ബ്രേക്ക് എന്തെങ്കിലും വേണോ? വേണ്ട. ഓക്കെ. ചാപ്റ്റേഴ്സ് ഇത്തിരി വലുതായതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ എന്താണ് നമുക്ക് സമയമില്ല, അതാണ് കുഴപ്പം. എന്താണ് ഷംസിന്റെ മിസ്സിന്റെ ഡാൻസ് ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്, അതിന്റെയൊക്കെ വീഡിയോ എടുത്താൽ ഇടണമുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞ ഇവിടെ ഇത് കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോ ഡാൻസ് കളിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അറിയുന്ന പണിയല്ല, പക്ഷെ ചെയ്യന്നെ. അതുകൊണ്ടാണ് കളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, നന്നായി കളിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അശ്വതി മിസ് ഒക്കെ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യും. അവരാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചൊക്കെ തരുന്നത്. അവര് കാണിക്കും, ഞങ്ങൾ അവരോട് ചെയ്യും, അത്ര ഉണ്ട്. അടുത്ത പോയിന്റ് പറയാലോ, നെക്സ്റ്റ് പോയിന്റ് പറയാലോ. അടുത്തതാണ് എന്താണ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് കേട്ടോ. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്? അതായത് നമുക്കറിയാം പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ മെഡിക്കൽ റെക്കോർഡും പേഷ്യന്റിന്റെ റൈറ്റ്സും എത്തിക്സ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ഹെൽത്ത് കെയറിന്റെ അതിൻ്റെതായ ഒരു എത്തിക്സ്, ആ ഒരു റൂൾസുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വേണം സേവനങ്ങൾ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അതൊരു സ്കില്ലാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. അപ്പൊ നോക്കാം, non-clinical staff often have entry to the sensitive patient information. ശരിക്കും പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് കിട്ടും അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് ദ എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഒരു പേഷ്യന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതലും ആക്സസിബിൾ ആവുന്നത് ആർക്കാണെന്നറിയോ? ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ഫോർ ദം to understand and stick to confidentiality and ethical standards, keeping patient privacy and protecting confidential data. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മീൻസ് പേഷ്യൻസിന്റെ മാത്രമല്ല, നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയറിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, അതിന്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പിംഗ് ദ പേഷ്യന്റ് പ്രൈവസി, പേഷ്യന്റിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുക, ആൻഡ് പ്രൊട്ടക്ടിങ് ദ കോൺഫിഡൻഷ്യൽ ഡാറ്റ, അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റകള് പ്രൊട്ടക്ട് ചെയ്യുക. അതൊരു സ്കില്ല് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ജോലിയുടെ ഭാഗമാണ്. അത് ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബുകളുടെ ഒരു ഭാഗമാണ് പേഷ്യന്റിന്റെ ഡാറ്റകള് കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുക, സെക്യൂർ ചെയ്യുക, സേഫ് ആക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ശരിക്കും എന്താ നടക്കുന്നത്? നമ്മൾ പേഷ്യന്റിന്റെ റൈറ്റ്സ് ആണ് നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ. ആ ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് എന്താണ്? ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ ആണ് കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ ഫുള്ളി മാനേജ് ചെയ്ത് പോകുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ എത്രയോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരുമായിട്ട് സഹകരിച്ച് കൊളാബറേറ്റ് ചെയ്ത് ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കേണ്ടതും എന്താണ്? ഈ ഒരു റോളിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. Interdisciplinary settings എന്ന് പറയുന്ന കാര്യം എന്താണ്? അതായത് ഒരു ഹോസ്പിറ്റലില് പല ഇന്റർഡിസിപ്ലിനറി മീൻസ് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണല്ലോ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് നല്ലൊരു കൊളാബറേഷൻ അല്ലെ, നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകേണ്ടത് ഒരു ടീം വർക്കായിട്ട് പോകണം അല്ലെ. അപ്പൊ അത് അത്യാവശ്യമായിട്ടുള്ളൊരു സ്കില്ലാണ്. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ ആസ് എ പാർട്ട് ഓഫ് എ ടീം. അപ്പൊ ഒരു ടീമിന്റെ ഭാഗമായിട്ട്, ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ടീമാണ് അല്ലെ, ഒരു ടീമിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം.
കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ്, മറ്റുള്ള കൊളീഗ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഡൊണേറ്റ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് എന്ത്? ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അത് ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല അല്ലെ? കൊളീഗ്സ് എല്ലാവരുമായിട്ട് ടീമായിട്ട് വേണം നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ എബിലിറ്റി സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കണം. എട്ടാമത്തെ പോയിന്റ് എന്താണ്? അഡാപ്റ്റബിലിറ്റി ആണ് കേട്ടോ. പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു കഴിവ്, അഡാപ്റ്റബിലിറ്റി. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് മറ്റെല്ലാ മേഖലകളും പോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലും ഒരുപാട് മാറ്റങ്ങളും പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാണല്ലോ അല്ലെ? പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനോഭാവം അല്ലെ? അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The health care industry is continually evolving, അല്ലെ? ഡെവലപ്പിംഗ് ആണ് അല്ലെ? And the non-clinical staff should be adjustable to the changes in procedures, policies and technology. അല്ലെ? കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പല പല പ്രൊസീജിയറുകളിലും പോളിസികളിലും ടെക്നോളജികളിലൊക്കെ ഒരുപാട് അഡ്വാൻസ്മെന്റുകളും ഡെവലപ്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാറുന്ന മാറ്റങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനുള്ള ആ ഒരു എബിലിറ്റി, ഇതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്കില്ലും കൂടെ ഈ ഒരു ഇത്തരം ജോലികളുടെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ എന്താണ്? They should be open to learning the new skills and approaches to remain updated in their role. അവർക്ക് അവരുടെ റോളിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കണം. അതുപോലെ പുതിയ സമീപനങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം. ഇപ്പൊ ഇന്നെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഇപ്പൊ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറി. ഇതിന്റെ മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സിസ്റ്റംസും സോഫ്റ്റ്വെയറിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ. തുടങ്ങുകയല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പുതിയ മാറ്റങ്ങൾ വരുമ്പോ അതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പുതിയ സോഫ്റ്റ്വെയർ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. പുതിയ പുതിയ മൊഡ്യൂളുകളൊക്കെ വരുമ്പോ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ഒരു സ്കില്ല്, ദാറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റബിലിറ്റി. നയൻത് വൺ എന്താണ്? എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ? എംപതി ആൻഡ് കമ്പാഷൻ, വളരെ സഹാനുഭൂതിയോടുകൂടി അല്ലെ, വളരെ എന്താണ് അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുക, അതും അതിന്റെ ഒരു ഭാഗമാണ് അല്ലെ? അതൊരു സ്കില്ല് തന്നെയാണ് അതിന് പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ നോക്കി, ആൾദോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്, പ്രത്യേകിച്ച് പേഷ്യന്റ് കൗൺസിലർ പോലെയുള്ള അത്തരം റോളുകൾക്കൊക്കെ ഇത് അത്യാവശ്യമാണ് അല്ലെ? ആൾദോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may not give direct medical care, they often interact with the patients who may be in difficulty or facing challenging situations. ഇല്ലേ? അതായത് ഇങ്ങനെയുള്ള ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവർ എന്ത് കൊടുക്കുന്നില്ല? മെഡിക്കൽ കെയർ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ചാലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒത്തിരിയേറെ പേഷ്യൻസുകള് ആളുകളുമായിട്ടൊക്കെ അവർ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സിമ്പതി ആൻഡ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ് ആൻഡ് ഇമോഷൻസ് is necessary for providing a supportive environment. കേട്ടോ. അപ്പൊ വളരെ എംപതി കാണിച്ച് അല്ലെങ്കിൽ എംപത്തറ്റിക് ആയിട്ട്, എംപതിയും സിമ്പതിയും വ്യത്യാസമുണ്ട് കേട്ടോ. സിമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരോടൊരു ദയ തോന്നുന്ന ഒരവസ്ഥയാണ് അല്ലെ? അവർക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് അവരോടൊരു ദയ തോന്നുന്ന അവസ്ഥ. എംപത്തറ്റിക് ആയിട്ട് ബിഹേവിയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു കാര്യമാണ്. അതായത് അവരുടെ അവസ്ഥ നമുക്കാണ് വന്നിരുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് അവരോട് പെരുമാറുന്നത് അത് എംപത്തറ്റിക് ആയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഇപ്പൊ ഒരാൾക്കൊരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് അവരോടൊരു ദയ തോന്നും, അയ്യോ പാവം അല്ലെങ്കിൽ കഷ്ടം എന്നുള്ളൊരു ദയ നമുക്ക് തോന്നും, അത് സിമ്പതിയാണ്. പക്ഷെ അതേ അവസ്ഥ നമുക്കാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ട് അതാണ് എംപത്തറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. നമുക്കിപ്പോ ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ അവരെ ഉപദേശിക്കാനും അവരോട് സിമ്പത്തറ്റിക് ആയിട്ടൊക്കെ പെരുമാറാൻ ആർക്കും സാധിക്കും അല്ലെ? അത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മളിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളത് ഹാൻഡിൽ ചെയ്യാം? അങ്ങനെ പെരുമാറുന്നതാണ് എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ എംപത്തറ്റിക് ആയിട്ടും സിമ്പത്തറ്റിക് ആയിട്ടും അതുപോലെ അവരുടെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങളോട് കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ട്
അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് മനസ്സിലാക്കുക. അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സുകൾ, അവരുടെ ഇമോഷൻസിനോടൊക്കെ കുറേയും കൂടെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറി നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. അതൊക്കെ എന്താണ് ഈ ഇത്തരം ജോലികളുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. പല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാലോ. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഈ ഒരു ജോലിയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ എന്താണ് വരുന്നത്? 10ാമത്തെ പോയിന്റ് കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ് കേട്ടോ. കൾച്ചറൽ കോമ്പിറ്റൻസ് പറയുന്ന കാര്യം എന്താണ്? പല പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലെ. പല പല ബിലീഫ്സും പല വാല്യൂസും പല കൾച്ചറൊക്കെ ഉള്ള ഒത്തിരിയേറെ ആളുകളാണ്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ മാനിക്കേണ്ടതായിട്ട് വരും അല്ലെ. ചിലത് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില ബിലീഫ്സിനൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സിനെയൊക്കെ നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കൾച്ചറൽ കോമ്പിറ്റൻസ് കേട്ടോ. ഹോസ്പിറ്റൽസ് ഡിവോഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണല്ലോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പൊസസ് കൾച്ചറൽ കോമ്പിറ്റൻസ്, understanding and respecting the various cultural practices, beliefs and values to give the inclusive and patient-centered care. Okay, അപ്പൊ നമ്മള് അവരുടെ ഒരു കൾച്ചറൽ കോമ്പിറ്റ് എല്ലാ സംസ്കാരം ഓരോ മത വിഭാഗം എടുത്താലും അവർക്കുണ്ട് അവരുടേതായ കുറെ ബിലീഫ്സ്, വാല്യൂസ്, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും ഒക്കെ അല്ലെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കൾച്ചറൽ കോമ്പിറ്റൻസ് നമ്മൾ പ്രോസസ് ചെയ്യണം. അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സ്, അതിനെല്ലാം നമ്മൾ മാനിക്കണം. അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പരിചരണമാണ് അവര് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് എന്ത് കൾച്ചറൽ കോമ്പിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ്. ഇതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വേണ്ട സ്കില്ലുകൾ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷൻ സ്കില്ല്, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, teamwork and collaboration, adaptability, empathy and compassion, and cultural competence. Okay, ഇനി എന്താണ് ലാസ്റ്റ് പറയുന്നത്? These are just some of the skills that non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide the excellent support to patients and the clinical staff. ഇത് ഏതാനും ചില സ്കില്ലുകൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു ജോലിയിൽ കയറുന്ന സമയത്ത് പല സ്കില്ലുകളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പല സ്കില്ലുകളും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും കേട്ടോ. അതൊക്കെ ആ ജോലിയുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ജോലിക്ക് കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്, തുടക്കമൊക്കെ ഒരു പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ആ ജോലിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ വരേണ്ട സ്കില്ലുകളാണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ തിയററ്റിക്കായിട്ട് പഠിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ് ആൻഡ് പേഷ്യന്റ് കൗൺസിലർ. ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി തരും, എന്നിട്ട് ചോദിക്കും ഇതാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് മാറിപ്പോവാൻ ചാൻസ് വരുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയും OPD എക്സിക്യൂട്ടീവ് മെഡിക്കൽ സെക്രട്ടറിയും. ഒരു കാര്യം മനസ്സിലാക്കാം, മെഡിക്കൽ സെക്രട്ടറി എപ്പോഴും ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ പോയിന്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് ഡോക്ടറെ അസിസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി. അവരുടെ ഗൈഡൻസിൽ നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യുന്നതാണ് മെഡിക്കൽ സെക്രട്ടറി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് വെച്ചാൽ OPD സംബന്ധമായിട്ടുള്ള ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹം ഒരു മാനേജറിയൽ റോളാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OPDനെ മൊത്തത്തിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും അവരെ എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഒരു സൂപ്പർവൈസറി റോള്, ഒരു മാനേജറിയൽ റോളാണ് ആര് ചെയ്യുന്നത്? OPD എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ പിന്നെ തെറ്റില്ല, കാര്യം എല്ലാം പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകളാണ് പേഷ്യന്റ് കൗൺസിലർക്ക് വരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ആദ്യം നമ്മൾ പഠിച്ചൊരു 10 പോയിന്റ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിലും പഠിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോലികൾക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് സ്കില്ലുകൾ കേട്ടോ.
ഓക്കെ അല്ലേ? ചാപ്റ്റർ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? പ്രശ്നമില്ലല്ലോ? ഓക്കെ. ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റത്തെ ചാപ്റ്റർ, അതായത് ലാസ്റ്റ് മീൻസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നാളെ എടുക്കാം. അത് എളുപ്പമാണ് കേട്ടോ. അത് എളുപ്പമാണ്, അത് പഠിക്കണം കേട്ടോ. അത് എളുപ്പമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതിന്. കാര്യം കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിന് ക്വസ്റ്റ്യൻസ് വരും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പെട്ടെന്ന് സ്കോർ ചെയ്യാനും എളുപ്പമാണ്, പഠിക്കാനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു ചാപ്റ്റർ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കല്ല, ഒരു സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സുകളെല്ലാം ക്ലിയർ കഴിയും കേട്ടോ. എല്ലാവരുടെയും ചാപ്റ്റേഴ്സുകളൊക്കെ കഴിയും. ഇതുവരെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ എക്സാം ആയിരിക്കും. അപ്പൊ എക്സാമിന്റെ സമയം ആവാൻ വേണ്ടി ക്ലാസ് നിൽക്കരുത്. ഇപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, എക്സാമിന്റെ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നേക്കാളും വരാലോ, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ നിങ്ങൾ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിച്ചു പോകണം കേട്ടോ. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ല, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് ഉപകാരപ്പെടും. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താൽ ഇനി ക്ലാസ് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. ഓക്കെ, അപ്പൊ നാളത്തെ ഇതില് നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കാണാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ശരി കേട്ടോ, നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.